Hello students, welcome to another video of compressible fluid flow. ഈ ഒരു വീഡിയോയിൽ നമ്മൾ മൊഡ്യൂൾ 3ലെ രണ്ട് പ്രധാനപ്പെട്ട പ്രോബ്ലംസ് ആണ് ഡീൽ ചെയ്യുന്നത്. First problem, a normal shock occurs at the diverging section of a convergent divergent air nozzle. The throat area is 1/4 of the exit area and static pressure at the exit is 0.4 times the stagnation pressure at the entry. The flow is isentropic throughout except in the shock. Determine inlet and exit Mach number of the normal shock, static pressure and cross-sectional area where shock occurs. So, ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിന് വേണ്ടി ആദ്യം നമുക്ക് ഈ ഒരു പ്രോബ്ലത്തിലെ ഓരോ സെന്റൻസുകൾ വായിച്ച് നമുക്ക് ഗിവൺ ഡാറ്റ എടുത്ത് എഴുതാം. ഫസ്റ്റ് സെന്റൻസ്, എ നോർമൽ ഷോക്ക് occurs at the diverging section of a convergent divergent air nozzle. സോ ഈ ഒരു പ്രോബ്ലത്തിൽ നമുക്ക് തന്നിരിക്കുന്നത് ഒരു കൺവെർജന്റ് ഡൈവർജന്റ് എയർ നോസിൽ ആണ്. ഈ ഒരു കൺവെർജന്റ് ഡൈവർജന്റ് എയർ നോസിലിന്റെ ഡൈവർജിങ് സെക്ഷനിൽ ഒരു നോർമൽ ഷോക്ക് ഒക്കർ ചെയ്യുന്നു. സോ ഈ രീതിയിലായിരിക്കും ഫിഗർ വരുന്നത്. ഈ കാണിച്ചിരിക്കുന്നതാണ് കൺവെർജന്റ് ഡൈവർജന്റ് നോസിൽ. ഈ ഒരു കൺവെർജന്റ് ഡൈവർജിങ് നോസിലിന്റെ ഇൻലെറ്റ് സൈഡ് 1 ആയിട്ടും എക്സിറ്റ് സൈഡ് 2 ആയിട്ടും നമ്മൾ റെപ്രസെന്റ് ചെയ്തു. ത്രോട്ട് T എന്നുള്ള രീതിയിലാണ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ഇനി ഈ ഒരു കൺവെർജന്റ് ഡൈവർജന്റ് നോസിലിന്റെ ഡൈവർജിങ് സെക്ഷനിൽ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മളൊരു നോർമൽ ഷോക്ക് കാണിച്ചിട്ടുണ്ട്. ഈ ഒരു നോർമൽ ഷോക്കിൻ്റെ ഇൻലെറ്റ് സൈഡ് അല്ലെങ്കിൽ അപ്സ്ട്രീം സൈഡ് എക്സ് ആയിട്ടും നോർമൽ ഷോക്കിൻ്റെ എക്സിറ്റ് സൈഡ് അല്ലെങ്കിൽ ഡൗൺ സ്ട്രീം സൈഡ് വൈ ആയിട്ടും നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തു. സോ ഈ ഒരു ഫിഗറും ഈ ഒരു സെൻറ്റൻസും നിങ്ങൾക്ക് മനസ്സിലായതായിട്ട് വിചാരിക്കുന്നു. നെക്സ്റ്റ് സെൻറ്റൻസ്, ദി ത്രോട്ട് ഏരിയ ഈസ് 1/4 ഓഫ് ദി എക്സിറ്റ് ഏരിയ. അതായത് ത്രോട്ട് ഏരിയ എന്നുള്ളത് എക്സിറ്റ് ഏരിയയുടെ 1/4 ആണെന്ന് പറഞ്ഞിരിക്കുന്നത്. സോ നമുക്ക് ത്രോട്ട് ഏരിയ എന്നുള്ളത് AT എന്നുള്ള രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യാം. AT ത്രോട്ട് ഏരിയ, AT ഈക്വൽ ടു 1/4 ഓഫ് ദി എക്സിറ്റ് ഏരിയ, അതായത് 1/4 ഓഫ് എക്സിറ്റ് ഏരിയ. എക്സിറ്റ് ഏരിയ A2 ആണ്. സോ നമ്മൾക്ക് ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ച് AT/A2 ഈക്വൽ ടു 1/4 എന്നോ അല്ലെങ്കിൽ A2/AT എന്നുള്ളത് 4 ആയിട്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. A2/AT ഈക്വൽ ടു 4. ഇനി നെക്സ്റ്റ് വൺ, ദി സ്റ്റാറ്റിക് പ്രഷർ അറ്റ് ദി എക്സിറ്റ് ഈസ് 0.4 ടൈംസ് ദി സ്റ്റാഗ്നേഷൻ പ്രഷർ അറ്റ് ദി എൻട്രി. അതായത് എക്സിറ്റിലെ സ്റ്റാറ്റിക് പ്രഷർ P2 എന്നുള്ളത് എൻട്രിയിലെ സ്റ്റാഗ്നേഷൻ പ്രഷറിൻ്റെ 0.4 ടൈംസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് 0.4 ടൈംസ് ഓഫ് സ്റ്റാഗ്നേഷൻ പ്രഷർ അറ്റ് ദി എൻട്രി, അതായത് P01. സോ ഈ ഒരു റിലേഷനിൽ നിന്നും നമുക്ക് P2/P01 ഈക്വൽ ടു 0.4 എന്ന് എഴുതാം. സോ അതാണ് എഴുതിയിരിക്കുന്നത്, P2/P01 ഈക്വൽ ടു 0.4. സോ ഈ രണ്ട് ഡാറ്റയാണ് ഇവിടെ ഗിവൺ ഡാറ്റയായിട്ട് പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് സെൻറ്റൻസ്, ദി ഫ്ലോ ഈസ് ഐസെൻട്രോപിക് ത്രൂ ഔട്ട് എക്സെപ്റ്റ് ഇൻ ദി ഷോക്ക്. അതായത് ഈ ഒരു നോർമൽ ഷോക്ക് ഒഴികെയുള്ള ബാക്കി എല്ലാ ഭാഗത്തും ഈ ഒരു കൺവെർജന്റ് ഡൈവർജന്റ് നോസിലൂടെയുള്ള ഫ്ലോ ഐസെൻട്രോപിക് ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഡിറ്റർമിൻ ഇൻലെറ്റ് ആൻഡ് എക്സിറ്റ് മാക് നമ്പർ ഓഫ് ദി നോർമൽ ഷോക്ക്. അതായത് ഈ ഒരു നോർമൽ ഷോക്കിൻ്റെ അപ്സ്ട്രീമിലെയും ഡൗൺ സ്ട്രീമിലെയും മാക് നമ്പർ, അതായത് MXും MYയും ഫൈൻഡ് ഔട്ട് ചെയ്യണം. നെക്സ്റ്റ് വൺ, സ്റ്റാറ്റിക് പ്രഷർ ആൻഡ് ക്രോസ് സെക്ഷണൽ ഏരിയ വേർ ഷോക്ക് ഒക്കേഴ്സ്. അതായത് ഈ ഒരു ഷോക്ക് ഒക്കർ ചെയ്യുന്ന ഭാഗത്തെ മാക് നമ്പറും അതേപോലെ സ്റ്റാറ്റിക് പ്രഷറും നമ്മൾക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനുണ്ട്. സോ ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിന് വേണ്ടി ഇനി പറയുന്ന കാര്യങ്ങൾ നല്ല രീതിയിൽ മനസ്സിലാക്കുക. അതായത് ഈ കാണിച്ചിരിക്കുന്നതാണ് കൺവെർജന്റ് ഡൈവർജന്റ് നോസിൽ. അതിൻ്റെ ഡൈവർജിങ് സെക്ഷനിലാണ് ഈ ഒരു നോർമൽ ഷോക്ക് ഒക്കർ ചെയ്യുന്നത്. സോ ഈ ഒരു നോർമൽ ഷോക്കിൻ്റെ പ്രസൻസ് കാരണം നമുക്ക് ഈ ഒരു കൺവെർജന്റ് ഡൈവർജന്റ് നോസിലിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. അതായത് ഈ 1 മുതൽ X വരെ ഒരു കൺവെർജിങ് ഡൈവർജിങ് നോസിലായിട്ട് നമ്മൾക്ക് കൺസിഡർ ചെയ്യാം. അതായത് ഇവിടം മുതൽ, അതായത് 1 മുതൽ X വരെ ഒരു നോസിൽ, അതൊരു കൺവെർജന്റ് ഡൈവർജന്റ് നോസിലാണ്. ഇനി ഈ ഒരു നോർമൽ ഷോക്കിന് ശേഷമുള്ള Y മുതൽ 2 വരെ, അതായത് നോസിലിൻ്റെ എക്സിറ്റ് വരെ മറ്റൊരു നോസിലായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യണം. അതൊരു ഡൈവർജിങ് നോസിലാണ്. സോ ഈ രീതിയിലായിരിക്കണം ഈ ഒരു പ്രോബ്ലം നമ്മൾ പ്രൊസീഡ് ചെയ്യാനായിട്ട്. ഇനി ഈ ഒരു പ്രോബ്ലം ചെയ്യുന്നതിന് വേണ്ടി ഇനി പറയുന്ന കാര്യങ്ങൾ നല്ല രീതിയിൽ മനസ്സിലാക്കുക. നമ്മൾ സെക്കൻഡ് മൊഡ്യൂളിൽ പഠിച്ചതാണ്, ഒരു നോസിലിനുള്ളിൽ ഐസെൻട്രോപിക് ഫ്ലോ ആയതുകൊണ്ട് അവിടെ ഉണ്ടാകുന്ന സ്റ്റാഗ്നേഷൻ പ്രോപ്പർട്ടീസ് എപ്പോഴും സെയിം ആയിരിക്കും. അതായത് ഇവിടുത്തെ ആദ്യത്തെ നോസിലാണ് 1 മുതൽ X വരെയുള്ള കൺവെർജന്റ് ഡൈവർജന്റ് നോസിൽ. സോ അവിടെയുള്ള സ്റ്റാഗ്നേഷൻ പ്രോപ്പർട്ടീസ് ആയിട്ടുള്ള P01ഉം അതേപോലെ എക്സിറ്റിലെ സ്റ്റാഗ്നേഷൻ പ്രഷറായിട്ടുള്ള P0Xും സെയിം ആയിരിക്കും. അതൊന്ന് ഓർത്ത് വയ്ക്കുക. അത് തന്നെയായിരിക്കും P0Tയും, സ്റ്റാഗ്നേഷൻ പ്രഷർ അറ്റ് ത്രോട്ടും. ഇനി അടുത്തത് Y മുതൽ 2 വരെയുള്ള ഭാഗത്ത് ഒരു ഡൈവർജിങ് നോസിലുണ്ട്. സോ അവിടുത്തെയും സ്റ്റാഗ്നേഷൻ പ്രഷറുകൾ സെയിം ആയിരിക്കും. P0Yയും
P02 ഈക്വൽ ആയിരിക്കും. P0y ഈക്വൽ ടു P02. സോ ഈ ഒരു കാര്യം ആദ്യമേ നോട്ട് ചെയ്ത് വയ്ക്കുക. ഇനി സെക്കൻഡ് മോഡ്യൂളിൽ പഠിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞതാണ്, ഒരു കൺവെർജിങ് ഡൈവേർജിങ് നോസിലിൻ്റെ ത്രോട്ടിനുള്ളിലെ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ക്രിട്ടിക്കൽ സ്റ്റേറ്റ് ആയിരിക്കും. അതായത് ഈ ഒരു ത്രോട്ടിനുള്ളിലെ മാക് നമ്പർ ഈക്വൽ ടു 1 ആയിരിക്കും. സോ ആ ഭാഗത്തെ പ്രോപ്പർട്ടീസ് എല്ലാം തന്നെ ക്രിട്ടിക്കൽ പ്രോപ്പർട്ടീസ് ആയിരിക്കും. സോ ഈ ഒരു ത്രോട്ടിനുള്ളിലെ ഏരിയ എന്ന് പറഞ്ഞാൽ നമ്മൾക്കതിനെ AT എന്നാണ് റെപ്രസെൻ്റ് ചെയ്ത് പഠിച്ചത്. സോ AT തന്നെയായിരിക്കും AT സ്റ്റാർ. ഇതുകൂടി ഒന്ന് ഓർത്ത് വയ്ക്കുക. കാരണം ഈ ഒരു ത്രോട്ടിനുള്ളിലെ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ക്രിട്ടിക്കൽ സ്റ്റേറ്റ് ആയതുകൊണ്ടാണ് ക്രിട്ടിക്കൽ ഏരിയ AT സ്റ്റാറും ATയും ഈക്വലായിട്ട് വരാനുള്ള കാരണം. ഇതുകൂടി നോട്ട് ചെയ്ത് വയ്ക്കുക. ഇനി ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിന് വേണ്ടി ഈ ഒരു റിലേഷൻഷിപ്പ് കൂടി നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. അതായത് ഒരു നോസിലിനുള്ളിലെ ക്രിട്ടിക്കൽ പ്രോപ്പർട്ടീസ് എപ്പോഴും സെയിം ആയതുകൊണ്ട് ഇവിടെയുള്ള ക്രിട്ടിക്കൽ ഏരിയാസും സെയിം ആയിരിക്കും. അതായത് A1 സ്റ്റാർ ഈക്വൽ ടു AT സ്റ്റാർ ഈക്വൽ ടു AT. AT സ്റ്റാർ ഈക്വൽ ടു AT എങ്ങനെയായി എന്നുള്ളത് ഇതിനു മുന്നേ പറഞ്ഞു. സോ ഈ ഒരു റിലേഷൻഷിപ്പ് കൂടി നിങ്ങൾ നോട്ട് ചെയ്ത് വയ്ക്കുക. ഇവിടെ ഈ കാണിച്ചിരിക്കുന്ന റിലേഷൻഷിപ്പ് ഉപയോഗിച്ചാണ് ഇത്തരം പ്രോബ്ലംസ് നമ്മൾ സോൾവ് ചെയ്യുക. അതായത് A സ്റ്റാർ P0 ഈക്വൽ ടു കോൺസ്റ്റൻറ്റ്. ഈ ഒരു റിലേഷൻഷിപ്പ് ഇവിടെ കാണിച്ചിരിക്കുന്ന കൺവെർജിങ് ഡൈവേർജിങ് നോസിലിൻ്റെ ഇൻലെറ്റ് സൈഡിലും എക്സിറ്റ് സൈഡിലും നമ്മൾ അപ്ലൈ ചെയ്താൽ ഈ ഒരു റിലേഷൻഷിപ്പ് വരുന്നതാണ് A1 സ്റ്റാർ P01 ഈക്വൽ ടു A2 സ്റ്റാർ P02. ഈ ഒരു റിലേഷൻഷിപ്പ് നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്താൽ A1 സ്റ്റാർ ഡിവൈഡഡ് ബൈ A2 സ്റ്റാർ ഈക്വൽ ടു P02 ഡിവൈഡഡ് ബൈ P01 എന്നുള്ള ഇക്വേഷൻ നമുക്ക് കിട്ടും. ഇനി നമ്മൾ ഇതിനു മുന്നേ പറഞ്ഞതാണ് A1 സ്റ്റാർ ഈക്വൽ ടു AT സ്റ്റാർ ആണ്. സോ ഈ ഒരു റിലേഷൻഷിപ്പിനെ നമുക്ക് ഈ രീതിയിൽ എഴുതാം. AT സ്റ്റാർ ഡിവൈഡഡ് ബൈ A2 സ്റ്റാർ ഈക്വൽ ടു P02 ഡിവൈഡഡ് ബൈ P01. ഇനി ഈ ഒരു പ്രോബ്ലത്തിൽ നമുക്ക് A2 ബൈ ATയുടെ വാല്യൂ തന്നിട്ടുണ്ട്. അതായത് എക്സിറ്റ് ഏരിയ ടു ത്രോട്ട് ഏരിയ റേഷ്യോ തന്നിട്ടുണ്ട്. സോ A2 ബൈ AT നമ്മൾ എടുത്ത് എഴുതി. ഈ ഒരു ഇക്വേഷനെ നമ്മൾ ഒരു A2 സ്റ്റാർ വെച്ച് ഡിവൈഡ് ചെയ്യുകയും ഇൻറ്റുകയും ചെയ്തു. അതാണ് ഇവിടെ കാണുന്നത്. A2 ബൈ A2 സ്റ്റാർ ഇൻറ്റു A2 സ്റ്റാർ ഡിവൈഡഡ് ബൈ AT. ഇനി ഈ ഒരു ഇക്വേഷനിൽ A2 ബൈ ATയുടെ വാല്യൂ നമുക്കറിയാം. അത് ഇവിടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ദാറ്റ് ഈസ് 4 ഈക്വൽ ടു A2 ബൈ A2 സ്റ്റാർ അതേപോലെ എഴുതി. ഇനി തൊട്ട് മുന്നേ നമ്മൾ AT സ്റ്റാർ ഡിവൈഡഡ് ബൈ A2 സ്റ്റാർ ഈക്വൽ ടു P02 ഡിവൈഡഡ് ബൈ P01 എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ A2 സ്റ്റാർ ഡിവൈഡഡ് ബൈ AT എന്നുള്ളത് P01 ഡിവൈഡഡ് ബൈ P02 എന്ന് നമുക്ക് എഴുതാം. സോ ആ ഒരു റിലേഷൻഷിപ്പ് നമ്മൾ വീണ്ടും എടുത്ത് എഴുതി. A2 ബൈ A2 സ്റ്റാർ ഇൻറ്റു P01 ഡിവൈഡഡ് ബൈ P02 ഈക്വൽ ടു 4. ഇനി ഈ ഒരു ക്വസ്റ്റിൻ്റെ ഗിവൺ ഡാറ്റ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഡാറ്റ കാണാം. അതായത് P2 ഡിവൈഡഡ് ബൈ P01 ഈക്വൽ ടു 0.4 എന്നുള്ളത് ഞാൻ എഴുതാം. P2 ഡിവൈഡഡ് ബൈ P01 ഈക്വൽ ടു 0.4 എന്നുള്ളത് ഞാൻ എഴുതി. ഇനി ഈ ഒരു ഇക്വേഷനെ ഒന്ന് റീഅറേഞ്ച് ചെയ്യണമെങ്കിൽ അതായത് P01 ഈക്വൽ ടു നമുക്ക് എഴുതാം P2 ഡിവൈഡഡ് ബൈ 0.4 എന്ന് എഴുതാം. സോ ഇവിടെയുള്ള P01 പകരം നമ്മൾക്ക് P2 ബൈ 0.4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതാണ് ഈ കാണുന്നത്. A2 ബൈ A2 സ്റ്റാർ അതേപോലെ ഉണ്ട്. P01 പകരം P2 ബൈ 0.4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. പിന്നെ 1 ബൈ P02 നമ്മൾ അതേപോലെ എഴുതി. ദാറ്റ് ഈസ് ഈക്വൽ ടു 4. ഇനി ഈ ഒരു ഇക്വേഷനെ നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്താൽ നമുക്ക് കിട്ടും A2 ബൈ A2 സ്റ്റാർ ഇൻറ്റു P2 ബൈ P02 ഈക്വൽ ടു 1.6. സോ ഈ ഒരു റിലേഷൻഷിപ്പ് ഉപയോഗിച്ചാണ് നമ്മൾ ഇനി പ്രോബ്ലംസ് ഫോർവേഡ് ചെയ്യുന്നത്. സോ നമ്മൾ ഐസെൻട്രോപിക് ടേബിളിൽ നിന്നും ഈ ഒരു വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ട് വാല്യൂസ് എടുത്ത് എഴുതുന്നു. അതാണ് എഴുതുന്നത്. ഫ്രം ഐസെൻട്രോപിക് ടേബിൾ കറസ്പോണ്ടിങ് ടു ഗാമ 1.4 ആൻഡ് A2 ബൈ A2 സ്റ്റാർ P2 ബൈ P02 ഈക്വൽ ടു 1.6 we will get M2 ഈക്വൽ ടു 0.35, M2 സ്റ്റാർ ഈക്വൽ ടു 0.375, T2 ബൈ T02 ഈക്വൽ ടു 0.976, P2 ബൈ P02 ഈക്വൽ ടു 0.918, A2 ബൈ A2 സ്റ്റാർ ഈക്വൽ ടു 1.778, F2 ബൈ F2 സ്റ്റാർ ഈക്വൽ ടു 1.509. സോ ഈ ഒരു രീതിയിൽ നമ്മൾക്ക് ഐസെൻട്രോപിക് ടേബിൾ 3.2ൽ നിന്നും A2 ബൈ A2 സ്റ്റാർ ഇൻറ്റു P2 ബൈ P02 ഈക്വൽ ടു 1.6ന് കറസ്പോണ്ടിങ് ആയിട്ട് ഇത്രയും വാല്യൂസ് നമുക്ക് എടുത്തെഴുതാം. പക്ഷേ ഇതിൽ നമ്മൾക്ക് P2 ബൈ P02ൻ്റെ വാല്യൂ മാത്രമേ നമ്മൾക്ക് ആവശ്യമുള്ളൂ. സോ ആ ഒരു വാല്യൂ മാത്രം വീണ്ടും നമ്മൾ എടുത്തെഴുതി. P2 ബൈ P02 ഈക്വൽ ടു 0.918. ഇനി ഈ ഒരു ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്താൽ നമുക്ക് വരുന്നതാണ് P2 ഈക്വൽ ടു P2 ബൈ 0.918. ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ നേരത്തെ പറഞ്ഞു ഗിവൺ ഡാറ്റയിൽ P2 ബൈ P01ൻ്റെ വാല്യൂ നമുക്കറിയാം. നമ്മൾ എഴുതാണ് P2 ബൈ P01 ഈക്വൽ ടു 0.4. സോ ഈ ഒരു ഇക്വേഷനിൽ നിന്നും P2 ഈക്വൽ ടു 0.4 ഇൻറ്റു P01 എന്നുള്ള രീതിയിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ഇവിടെ ഈ കാണുന്ന P2ൻ്റെ സ്ഥാനത്തേക്ക് നമ്മൾ
0.4 ഇൻറ്റു P01 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അതിനുശേഷം റൈറ്റ് സൈഡിൽ വരുന്ന P01 ലെഫ്റ്റ് സൈഡിലേക്ക് വന്നാൽ നമുക്ക് ഈ ഒരു ഇക്വേഷൻ വരും. P02 ഡിവൈഡഡ് ബൈ P01 ഈക്വൽ ടു 0.4 ഡിവൈഡഡ് ബൈ 0.918 എന്നാണ്. ആ വാല്യൂ 0.445 എന്ന് വരും. ഇനി നമ്മൾ നേരത്തെ ഈ ഒരു പ്രോബ്ലത്തിൻ്റെ തുടക്കത്തിൽ പറഞ്ഞായിരുന്നു P02 എന്നുള്ളത് P0yന് ഈക്വലൻ്റ് ആണ്. അതേപോലെ P01 എന്നുള്ളത് P0xനും ഈക്വലൻ്റ് ആണ്. സോ ഈ രീതിയിൽ നമുക്ക് ഇക്വേഷൻ എടുത്തെഴുതാനായിട്ട് സാധിക്കും. ഇനി ഈ ഒരു റിലേഷൻഷിപ്പ് ഉപയോഗിച്ചാണ് നമ്മൾ ഇനി പ്രോബ്ലംസ് ഫോർവേഡ് ചെയ്യുന്നത്. അതായത് നോർമൽ ഷോക്ക് ടേബിളിൽ നിന്നും P0y ബൈ P0x ഈക്വൽ ടു 0.445ന് കറസ്പോണ്ടിങ് ആയിട്ട് വാല്യൂസ് എടുത്തെഴുതുക. അതാണ് ഈ കാണുന്നത്. ഫ്രം നോർമൽ ഷോക്ക് ടേബിൾ കറസ്പോണ്ടിങ് ടു ഗാമ ഈക്വൽ ടു 1.4 ആൻഡ് P0y ബൈ P0x ഈക്വൽ ടു 0.445, mx ഈക്വൽ ടു 2.64, my ഈക്വൽ ടു 0.5, py ബൈ px ഈക്വൽ ടു 7.965, ty by tx equal to 2.279, p0y by px equal to 9.451. സോ ഈ രീതിയിൽ നമ്മൾക്ക് P0y by P0x equal to 0.445ന് കറസ്പോണ്ടിങ് ആയിട്ട് നോർമൽ ഷോക്ക് ടേബിളിൽ നിന്നും ഇത്രയും വാല്യൂസ് എടുത്തെഴുതാനായിട്ട് സാധിക്കും. ഇതിൽ mx ഈക്വൽ ടു 2.64 എന്ന് പറഞ്ഞാൽ ആ ഒരു നോർമൽ ഷോക്കിൻ്റെ അപ്സ്ട്രീമിലുള്ള മാക് നമ്പറാണ്. അതേപോലെ my എന്ന് പറഞ്ഞാൽ ആ ഒരു നോർമൽ ഷോക്കിൻ്റെ ഡൗൺ സ്ട്രീമിലുള്ള മാക് നമ്പറാണ്. ഈ ഒരു ക്വസ്റ്റ്യനിൽ ആദ്യമായിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടിയിരുന്നത് ആ ഒരു നോർമൽ ഷോക്കിൻ്റെ അപ്സ്ട്രീമിലെയും ഡൗൺ സ്ട്രീമിലെയും മാക് നമ്പേഴ്സ് ആണ്, അതായത് mxഉം myയും. സോ ഈ ഒരു രീതിയിൽ നമ്മൾക്ക് ഈ ഒരു നോർമൽ ഷോക്കിൻ്റെ അപ്സ്ട്രീമിലെയും ഡൗൺ സ്ട്രീമിലെയും മാക് നമ്പേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്കിനി ഈ ഒരു പ്രോബ്ലത്തിൽ സോൾവ് ചെയ്യേണ്ടത് നോർമൽ ഷോക്ക് ഒക്കർ ചെയ്യുന്ന ഭാഗത്തെ ക്രോസ് സെക്ഷണൽ ഏരിയയും അതേപോലെ സ്റ്റാറ്റിക് പ്രഷറും കണ്ടെത്തുക എന്നുള്ളതാണ്. നമുക്കറിയാം ആ ഒരു നോർമൽ ഷോക്ക് ഒക്കർ ചെയ്യുന്ന ഭാഗത്തെ മാക് നമ്പർ ആണ് mx, അതായത് 2.64. സോ ഈ ഒരു വാല്യൂ ഉപയോഗിച്ച് വേണം നമ്മൾ ഇനി ഈ ഒരു പ്രോബ്ലം ഫോർവേഡ് ചെയ്യാനായിട്ട്. അതിനുവേണ്ടി ഈ ഒരു മാക് നമ്പർ ഉപയോഗിച്ച് ഐസെൻട്രോപിക് ടേബിളിൽ നിന്നും വാല്യൂസ് എടുത്തെഴുതാം. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഫ്രം ഐസെൻട്രോപിക് ടേബിൾ കറസ്പോണ്ടിങ് ടു ഗാമ ഈക്വൽ ടു 1.4 ആൻഡ് mx ഈക്വൽ ടു 2.64. ദാറ്റ് ഈസ് mx സ്റ്റാർ ഈക്വൽ ടു 1.945, tx by t0x ഈക്വൽ ടു 0.369, px by p0x equal to 0.0307, ax by ax star equal to 3.924, fx by fx star equal to 1.230. ഇനി നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് ഷോക്ക് ഒക്കർ ചെയ്യുന്ന ഭാഗത്തെ സ്റ്റാറ്റിക് പ്രഷറും അതേപോലെ ക്രോസ് സെക്ഷണൽ ഏരിയയുമാണ്. ഇവിടെ നമ്മൾ ഈ എടുത്തെഴുതിയതിൽ ഈ ax by ax സ്റ്റാറും px by p0xും മാത്രമേ നമ്മൾക്ക് ആവശ്യമുള്ളൂ. ആദ്യം നമ്മൾക്ക് ക്രോസ് സെക്ഷണൽ ഏരിയ ഫൈൻഡ് ഔട്ട് ചെയ്യാം. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, ക്രോസ് സെക്ഷണൽ ഏരിയ വേർ ഷോക്ക് ഒക്കേഴ്സ്. അതിനുവേണ്ടി ഈ ഒരു ഡാറ്റയാണ് നമുക്ക് ആവശ്യമുള്ളത്. ax by ax star equal to 3.924. ഈ ഒരു ഇക്വേഷൻ നമുക്ക് ഈ രീതിയിൽ എഴുതാം. ax by at equal to 3.924. എങ്ങനെയാണ് ax star എന്നുള്ളത് atക്ക് ഈക്വലൻ്റ് ആയി എന്നുള്ളത് ഈ ഒരു പ്രോബ്ലത്തിൻ്റെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞതാണ്. സോ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് എഴുതാം ax equal to 3.924 into at. ഇതിൽ at നമ്മൾക്ക് അറിയില്ല. സോ ഈ ഒരു രീതിയിൽ നമുക്ക് ക്രോസ് സെക്ഷണൽ ഏരിയയും ത്രോട്ട് ഏരിയയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് മേക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇതാണ് ക്രോസ് സെക്ഷണൽ ഏരിയ വേർ ഷോക്ക് ഒക്കേഴ്സിനുള്ള വാല്യൂ 3.924 into 80. ഇനി നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് ഷോക്ക് ഒക്കർ ചെയ്യുന്ന ഭാഗത്തെ സ്റ്റാറ്റിക് പ്രഷറാണ്. അതാണ് എഴുതിയിരിക്കുന്നത്, സ്റ്റാറ്റിക് പ്രഷർ. ഈ ഒരു റിലേഷൻഷിപ്പ് നമ്മൾ നേരത്തെ ഡാറ്റാ ബുക്കിൽ നിന്ന് എടുത്തെഴുതിയതാണ്. നോട്ട് ചെയ്യുക, P0y by px ഈക്വൽ ടു 9.451. ഇനി ഈ ഒരു ഇക്വേഷനിൽ നിന്നും px ഈക്വൽ ടു P0y by 9.451 എന്നുള്ള രീതിയിൽ എഴുതാം. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞതാണ് P0y by P0x ഈക്വൽ ടു 0.445. ഞാൻ എഴുതാം P0y by P0x ഈക്വൽ ടു 0.445. ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ച് നമ്മൾക്ക് ഇവിടെയുള്ള P0yക്ക് പകരം 0.445 ഇൻറ്റു P0x എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമുക്ക് വരുന്നതാണ് 0.445 ഇൻറ്റു P0x ഡിവൈഡഡ് ബൈ 9.451. ഇനി നമ്മൾ പറഞ്ഞു P0x തന്നെയാണ് P01. സോ നമുക്ക് ഇടുന്നതാണ് 0.445 ഡിവൈഡഡ് ബൈ 9.451 ഇൻറ്റു P01. ഈ ഒരു ഇക്വേഷനെ റീഅറേഞ്ച് ചെയ്താൽ നമുക്ക് കിട്ടും 0.05 ഇൻറ്റു P01. നെക്സ്റ്റ് പ്രോബ്ലം. An explosion in air creates a spherical shock wave, propagates radially into still air at standard conditions. At that instant, the pressure just inside the shock is 13.789 bar. Estimate the shock speed, air velocity just inside the shock. So, ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിന് വേണ്ടി ആദ്യം നമുക്ക് ഗിവൺ ഡാറ്റ എടുത്ത് എഴുതാം.
First sentence, an explosion in air creates a spherical shock wave, propagates radially into still air at standard conditions. സോ ഈ ഒരു പ്രോബ്ലത്തിൽ പറഞ്ഞിരിക്കുന്നത് ഒരു എക്സ്പ്ലോഷൻ വഴി ഉണ്ടാകുന്ന ഷോക്ക് വേവ് ഒരു സ്റ്റിൽ എയറിലേക്ക് എൻട്രി ചെയ്യുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഈ ഒരു സെൻറ്റൻസിൽ നിന്നും നമുക്ക് മനസ്സിലാവും ഇതൊരു മൂവിങ് ഷോക്കായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലമാണ്. നമുക്കറിയാം ഇതാണ് ഒരു പൈപ്പെങ്കിൽ ഇതൊരു മൂവിങ് ഷോക്കാണെന്ന് കൺസിഡർ ചെയ്യാം. സോ ഈ ഒരു മൂവിങ് ഷോക്ക് റൈറ്റിലേക്ക് എൻ്റർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഭാഗം അപ്സ്ട്രീം സൈഡായിട്ടും ഇതിനെ ഡൗൺ സ്ട്രീം സൈഡായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. കാരണം ഈ ഒരു ഭാഗത്തിലൂടെയാണ് ഇവിടെയുള്ള എയർ മൂവിങ് ഷോക്കിലേക്ക് എൻ്റർ ചെയ്യുക. സോ ഈ സൈഡ്, അതായത് ഈ ഒരു കാണിച്ചിരിക്കുന്ന ഫിഗറിൽ ഈ ഒരു മൂവിങ് ഷോക്കിൻ്റെ റൈറ്റ് സൈഡ് അപ്സ്ട്രീം സൈഡായിട്ടും ലെഫ്റ്റ് സൈഡ് ഡൗൺ സ്ട്രീം സൈഡായിട്ടും കരുതണം. സോ ഫസ്റ്റ് സെൻറ്റൻസിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, ആൻ എക്സ്പ്ലോഷൻ ഇൻ എയർ ക്രിയേറ്റ്സ് എ സ്പെരിക്കൽ ഷോക്ക് വേവ്, propagates radially into still air at standard conditions. സോ ഈ ഒരു എക്സ്പ്ലോഷൻ വഴി ഉണ്ടാകുന്ന ഷോക്ക് വേവ് ഒരു സ്റ്റിൽ എയറിലേക്ക് എന്ത് ചെയ്യണം, എൻ്റർ ചെയ്യണം. സോ ആ ഒരു സ്റ്റിൽ എയറിൻ്റെ പ്രഷർ എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് കണ്ടീഷൻസ് ആയതുകൊണ്ട് അത് 1.01325 ആയിരിക്കും. സോ അത് നമ്മൾ എടുക്കേണ്ടത് PX ആയിട്ട് എടുക്കണം. കാരണം മൂവിങ് ഷോക്ക് എൻ്റർ ചെയ്യുന്നത് സ്റ്റിൽ എയറിലേക്കാണ്. സോ ആ സ്റ്റിൽ എയറിൻ്റെ കണ്ടീഷൻസ് നമ്മൾ എന്തായിട്ട് എടുക്കണം, അപ്സ്ട്രീം കണ്ടീഷൻസ് ആയിട്ട് എടുക്കണം. അതുകൊണ്ടാണ് PX ഈക്വൽ ടു 1.01325 ബാർ ആയിട്ട് എഴുതിയിരിക്കുന്നത്. അതേപോലെ സ്റ്റാൻഡേർഡ് കണ്ടീഷൻസിലുള്ള ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ 15 ഡിഗ്രി സെൽഷ്യസ് ആണ്, അല്ലെങ്കിൽ 288 കെൽവിൻ ആണ്. ഇത് നമ്മൾ TX ആയിട്ട് എടുക്കണം. TX ഈക്വൽ ടു 288 കെൽവിൻ. ഇനി നെക്സ്റ്റ് സെൻറ്റൻസ്, അറ്റ് ദാറ്റ് ഇൻസ്റ്റന്റ് ദി പ്രഷർ ജസ്റ്റ് ഇൻസൈഡ് ദി ഷോക്ക് ഈസ് 13.789 ബാർ. അതായത് ഷോക്കിനുള്ളിലെ പ്രഷർ എന്ന് പറഞ്ഞാൽ 13.789 ബാർ ആണ്. സോ ഷോക്കിനുള്ളിലെ കണ്ടീഷൻസ് ആയതുകൊണ്ട് അത് ഡൗൺ സ്ട്രീം പ്രോപ്പർട്ടിയാണ്. അത് നമുക്ക് എഴുതാം PY ഈക്വൽ ടു 13.789 ബാർ. സോ ഇത്രയും ഡാറ്റയാണ് നമ്മൾക്ക് ഗിവൺ ഡാറ്റയായിട്ട് തന്നിരിക്കുന്നത്. നമുക്കറിയാം ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യേണ്ടത് നോർമൽ ഷോക്ക് ടേബിൾ ഉപയോഗിച്ചാണ്. സോ നോർമൽ ഷോക്ക് ടേബിളിൽ നിന്നും വാല്യൂസ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ തന്നിരിക്കുന്ന ഗിവൺ ഡാറ്റയിൽ നിന്ന് നമ്മൾക്ക് PY/PX ഫൈൻഡ് ഔട്ട് ചെയ്യാം. സോ PY/PX ഈക്വൽ ടു 13.789 divided by 1.01325, that is equal to 13.60868. സോ ഈ ഒരു വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ട് നോർമൽ ഷോക്ക് ടേബിളിൽ നിന്നും വാല്യൂസ് എടുത്ത് എഴുതാം. ഗാമ എന്നുള്ളത് 1.4 ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ട്. ഫ്രം നോർമൽ ഷോക്ക് ടേബിൾ കറസ്പോണ്ടിങ് ടു ഗാമ ഈക്വൽ ടു 1.4 ആൻഡ് PY/PX ഈക്വൽ ടു 13.60868, we will get MX ഈക്വൽ ടു 3.47, MY ഈക്വൽ ടു 0.454, TY/TX ഈക്വൽ ടു 0.213. ഇനി ഈ ഒരു ഇക്വേഷനിൽ നമ്മൾക്ക് TX എന്നുള്ളത് ഗിവൺ ആണ്. സോ ഇതിൽ നിന്ന് നമുക്ക് TY ഫൈൻഡ് ഔട്ട് ചെയ്യാം. TY ഈക്വൽ ടു 925.34 കെൽവിൻ. ഇനി നോർമൽ ഷോക്ക് ടേബിളിൽ നിന്ന് എടുത്തെഴുതുന്നതാണ് P0Y/PX ഈക്വൽ ടു 15.574. ഇതിൽ നമ്മൾക്ക് PX ഗിവൺ ആണ്. സോ P0Y ഫൈൻഡ് ഔട്ട് ചെയ്യാം. P0Y ഈക്വൽ ടു 15.78 ബാർ. ഇനി ഈ ഒരു പ്രോബ്ലത്തിൽ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് ഷോക്ക് സ്പീഡാണ്. ഷോക്ക് സ്പീഡ് CSH എന്നാണ് അതിനെ റെപ്രസെൻറ്റ് ചെയ്യുക. അത് തന്നെയാണ് CX. ഇത് നമ്മൾ മൂവിങ് ഷോക്കിൻ്റെ തിയറി പാർട്ടിൽ പറഞ്ഞതാണ്. സോ ആ ഒരു ഭാഗം നിങ്ങൾ റെഫർ ചെയ്യാം. ഇനി നമുക്ക് CX ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് ആദ്യം AX കണ്ടെത്താം. അതായത് സൗണ്ട് വെലോസിറ്റി അറ്റ് അപ്സ്ട്രീം കണ്ടീഷൻ AX, ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഗാമ ആർ TX. ഇതിലെല്ലാ വാല്യൂസും നമുക്കറിയാം. വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ AX നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാം 340.17 മീറ്റർ പെർ സെക്കൻഡ്. അങ്ങനെയാണെങ്കിൽ CX ഈക്വൽ ടു MX ഇൻറ്റു AX ആണ്. ഇതിൽ MXും AXും നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തു. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, നമുക്ക് കിട്ടുന്നതാണ് 1180.38 മീറ്റർ പെർ സെക്കൻഡ്. സോ ഈ ഒരു വെലോസിറ്റിയിലാണ് ഷോക്ക് സ്പീഡ് മൂവ് ചെയ്യുന്നത്. ഇനി നമ്മൾക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് എയർ വെലോസിറ്റി ജസ്റ്റ് ഇൻസൈഡ് ദി ഷോക്ക്, അതായത് CY ബാർ. അത് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് ആദ്യം നമ്മൾക്ക് ഷോക്ക് സ്പീഡിനുള്ളിലെ, അതായത് ഡൗൺ സ്ട്രീം സൈഡിലെ സൗണ്ട് വെലോസിറ്റി ഫൈൻഡ് ഔട്ട് ചെയ്യാം. AY ഈക്വൽ റൂട്ട് ഗാമ ആർ TY. ഇതിലും നമുക്ക് എല്ലാ വാല്യൂസ് അറിയാം. വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. നമുക്ക് AYയുടെ വാല്യൂ കിട്ടുന്നതാണ് 609.75 മീറ്റർ പെർ സെക്കൻഡ്. ഇനി നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് CY എന്നുള്ളതാണ്. CY ഈക്വൽ ടു MY ഇൻറ്റു AY. ഈ രണ്ട് വാല്യൂസ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തു. വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്നതാണ് 276.829 മീറ്റർ പെർ സെക്കൻഡ്. ഇനി ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് എയർ വെലോസിറ്റി ജസ്റ്റ് ഇൻസൈഡ് ദി ഷോക്ക് CY ഡാഷ് ആണ്. ഇത് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള റിലേഷൻഷിപ്പ് ഓൾറെഡി ഞാൻ ഇതിന് മുന്നേ ഉള്ള വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അതിങ്ങനെയാണ് CY ഡാഷ് ഈക്വൽ ടു CX മൈനസ് CY. ഇതിൽ CXും CYയും നമുക്കറിയാം. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്നതാണ് CY ഡാഷ് ഈക്വൽ ടു CX മൈനസ് CY.
ഈ രണ്ട് വാല്യൂസ് നമുക്ക് അറിയാം. ഈ വാല്യൂസ് രണ്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് കിട്ടും CY ഡാഷ് ഈക്വൽ ടു 903.55 മീറ്റർ പെർ സെക്കൻഡ്.